Hi friends, welcome to Garam Masala, the magic spices of cooking. കേരള സ്റ്റൈൽ വെജിറ്റബിൾ സ്റ്റൂ. ഇന്ന് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ സ്റ്റൂവിന് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ബേ ലീഫ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് സവാള, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് പൊട്ടാറ്റോ, 1 കപ്പ് ബീൻസ്, 1/2 കപ്പ് ഗ്രീൻ പീസ് ഇവയാണ്. ഈ ഗ്രീൻ പീസ് 4-5 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് കാഷ്യൂനട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടി തന്നെ ചപ്പാത്തി, പറാത്ത, ഇടിയപ്പം, അപ്പം ഇവയുടെ എല്ലാം കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.